വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ലേറ്റ് റിനൈസൻസ് ഇംഗ്ലണ്ടാണ്. അതിലുള്ള വ്യാട്ട് ആൻഡ് സറെ നോക്കാം. സർ തോമസ് വ്യാട്ട്, ഇദ്ദേഹം കെൻറ്റിലാണ് ജനിക്കുന്നത്. ഹി ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് മേജർ റിനൈസൻസ് പോയറ്റ് ഇൻ ഇംഗ്ലണ്ട് അലോങ് വിത്ത് ഹെൻറി ഹോവാർഡ്. ന്യൂ ഇംഗ്ലീഷ് പോയട്രിയുടെ പൈനിയറായി അറിയപ്പെടുന്ന വ്യക്തിയാണ് തോമസ് വ്യാട്ട്. ഇദ്ദേഹമാണ് ഇംഗ്ലീഷിലേക്ക് സോണറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. തോമസ് വ്യാട്ട് ഒരു കോർട്ട്ലി പോയറ്റായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഫാദർ ഹെൻറി സെവൻത്തിൻ്റെ കോർട്ടിലായിരുന്നു വർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ വ്യാട്ടിനെ ഏർലി ഏജിൽ തന്നെ കോർട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഹെൻറി എയ്ത്തിൻ്റെ കോർട്ടിലുള്ള നൈറ്റ് ആയിരുന്നു തോമസ് വ്യാട്ട്. 1535 ഇദ്ദേഹം ഹെൻറി എയ്ത്തിൻ്റെ കോർട്ടിലുള്ള നൈറ്റ് ആവുന്നത്. അതിനുശേഷമാണ് ഇദ്ദേഹത്തിന് സർ പദവി ലഭിക്കുന്നത്. മീൻസ് അതിനുശേഷമാണ് ഇദ്ദേഹം സർ തോമസ് വ്യാട്ട് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ഹെൻറി എയ്ത്ത് തോമസ് വ്യാട്ടിനെ ഫോറിൻ ഡിപ്ലോമാറ്റിക് മിഷന്റെ ഭാഗമായി ഫ്രാൻസ്, ഇറ്റലി പോലെയുള്ള റിനൈസൻസ് കൺട്രിയിലേക്ക് അയക്കുകയുണ്ടായി. ഇറ്റലിയിൽ നിന്ന് പെട്രാർക്കിൻ്റെ സോണറ്റിനെ കുറിച്ച് അറിയുകയും അത് ലേൺ ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു പെട്രാർക്കിയൻ സോണറ്റ് ഇംഗ്ലീഷിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. തോമസ് വ്യാട്ടിൻ്റെ ഫേമസ് വർക്ക്സ് ആണ് ദ കോട്ട് ഓഫ് വീനസ്. ഈ ഒരു വർക്കാണ് അദ്ദേഹം ജീവിച്ചിരുന്ന ടൈമിൽ പബ്ലിഷ് ചെയ്തത്. ഈ ഒരു വർക്ക് മാത്രമാണ് അദ്ദേഹം ജീവിച്ചിരുന്ന ടൈമിൽ പബ്ലിഷ് ചെയ്ത വർക്ക്. ദെൻ ഹൂസ് ലിസ്റ്റ് ടു ഹാൻഡ്, ഈ ഒരു വർക്കിൽ ആൻ ബോളിൻ്റെ റെഫറൻസ് വരുന്ന ഒരു വർക്കാണ്. ഇതിൻ്റെ തീം എന്ന് പറയുന്നത് അൺഅറ്റൈനബിൾ ലവ് ആണ് ഇതിൻ്റെ തീം. ദെൻ അദ്ദേഹത്തിൻ്റെ റിലീജിയസ് പോയമാണ് സർട്ടൻ സാലം. ദെൻ അതർ വർക്ക്സ് ദേ ഫ്ലീ ഫ്രം മീ, ലക്സ് മൈ ഫെയർ ഫാൽക്കൻ, ബ്ലെയിം നോട്ട് മൈ ലൂട്ട്. മോസ്റ്റ് ഓഫ് ദ വർക്ക്സും പോസ്റ്റ്മസ്ലി പബ്ലിഷ് ചെയ്യപ്പെട്ടവയാണ്. അടുത്തത് ഏൾ ഓഫ് സറെ ഹെൻറി ഹോവാർഡ്. തോമസ് വ്യാട്ട് ഇംഗ്ലീഷിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത സോണറ്റ് ഡെവലപ്പ് ചെയ്തത് സറയാണ് ആ ഒരു സോണറ്റിനെ ഇംപ്രൂവ് ആൻഡ് മോഡിഫൈ ചെയ്തത്. ദെൻ വേർജിലിൻ്റെ അനൈഡ് ട്രാൻസ്ലേറ്റ് ചെയ്തത് സറയാണ്. ബുക്ക് 2ഉം ബുക്ക് 4ഉമാണ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇതിലാണ് ഫസ്റ്റ് ടൈം ബ്ലാങ്ക് വേഴ്സ് ഇംഗ്ലീഷിൽ അദ്ദേഹം യൂസ് ചെയ്തത്. ദെൻ അദ്ദേഹത്തിൻ്റെ മൈറ്റി ലൈൻ എന്ന വർക്കും ബ്ലാങ്ക് വേഴ്സിലാണ് എഴുതിയത്. റിച്ചാർഡ് ടോട്ടലാണ് സർ തോമസ് വ്യാട്ടിൻ്റെയും ഹെൻറി ഹോവാർഡിൻ്റെയും പോയംസ് ഇൻക്ലൂഡ് ചെയ്ത് സോങ്സ് ആൻഡ് സോണറ്റ് എന്ന ടൈറ്റിലിൽ പബ്ലിഷ് ചെയ്തത്. ഇത് ടോട്ടൽസ് മിസലനി എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ 40 പോയംസ് സറയുടെയും 96 പോയംസ് വ്യാട്ടിൻ്റെയുമാണ്. It is the first printed anthology of English poetry. Then, beginning of English sonnet. സോണറ്റ് എന്ന വേർഡ് ഡിറൈവ് ചെയ്തത് ഇറ്റാലിയൻ വേർഡായ സോണറ്റോ എന്ന വേർഡിൽ നിന്നാണ്, വിച്ച് മീൻസ് ലിറ്റിൽ സോങ്. തോമസ് വ്യാട്ട് ഇൻട്രൊഡ്യൂസ് ദ പെട്രാർക്കിയൻ സോണറ്റ് ഇൻ ടു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. തോമസ് വ്യാട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സോണറ്റ് ഏൾ ഓഫ് സറയാണ് ഡെവലപ്പ് ചെയ്തത്. So, they have been described as the first English Petrarchians. പെട്രാർക്കിയൻ സോണറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 14 ലൈൻസ് ആണ്. ദെൻ ഡിവൈഡഡ് ഇൻ ടു ഒക്ടേവ് ആൻഡ് സെസ്റ്ററ്റ്. ഒക്ടേവ് മീൻസ് 8 ലൈൻസ്, സെസ്റ്ററ്റ് മീൻസ് 6 ലൈൻസ്. ഇതിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത് ABBA, ABBA, CDE, CDE. ഇതാണ് ഇതിൻ്റെ റൈം സ്കീം. ഫിലിപ്പ് സിഡ്നിയുടെ അസ്ട്രോഫൽ ആൻഡ് സ്റ്റെല്ല എഴുതിയിരിക്കുന്നത് ഈ ഒരു പെട്രാർക്കിയൻ സോണറ്റിലാണ്. ദെൻ ഷേക്സ്പീരിയൻ സോണറ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ 40 ലൈൻ പോയം റിട്ടൺ ഇൻ അയാംബിക് പെൻറ്റാമീറ്റർ, ദെൻ 3 ക്വാർട്രൈൻസ് ആൻഡ് എ കൺക്ലൂഡിംഗ് റൈമിംഗ് കപ്ലെറ്റ്. ഇതിൻ്റെ സ്കീം എന്ന് പറയുന്നത് റൈം സ്കീം എന്ന് പറയുന്നത് ABAB, CD, CD, EF ആണ്. ഷേക്സ്പിയറിൻ്റെ സോണറ്റ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം 154 സോണറ്റാണ് എഴുതിയിട്ടുള്ളത്. Then Shakespeare's sonnet consists of 2 groups. First one 1 to 126 വരെ അദ്ദേഹം അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് ഫെയർ യൂത്തിനെയാണ്. ദെൻ 127 to 154 വരെ അദ്ദേഹം അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് ഡാർക്ക് ലേഡിയെയാണ്. ദെൻ മിൽട്ടോണിക് സോണറ്റ് 40 ലൈൻ പോയം ഇൻ അയാംബിക് പെൻറ്റാമീറ്റേഴ്സ് ദാറ്റ് അഡാപ്റ്റ് ദ പെട്രാർക്കിയൻ സ്ട്രക്ചർ. ഇതിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത് പെട്രാർക്കിയൻ സോണറ്റിൻ്റെ അതേ റൈം സ്കീം തന്നെയാണ്. സ്പെൻസേറിയൻ സോണറ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. അതിനു മുന്നേ എഡ്മണ്ട് സ്പെൻസറെ കുറിച്ചിട്ട് നോക്കാം. സോ എഡ്മണ്ട് സ്പെൻസർ 1552
ലണ്ടനിലാണ് ജനിക്കുന്നത്. ഹി വാസ് എ പ്രൊമിനൻറ്റ് ഇംഗ്ലീഷ് പോയറ്റ് ഓഫ് ദ എലിസബത്തൻ ഏജ്. പോയറ്റ്സ് പോയറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ബിക്കോസ് ഓഫ് ഹിസ് ഡീപ്പ് ഇൻഫ്ലുവൻസ് ഓൺ ലേറ്റർ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് സച്ച് ആസ് ജോൺ മിൽട്ടൺ ആൻഡ് വില്യം വേർഡ്സ്വർത്ത്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഫേമസ് വർക്കാണ് ദ ഷെപ്പേർഡ്സ് കലണ്ടർ. 1579 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഇത് ഫിലിപ്പ് സിഡ്നിക്ക് ഡെഡിക്കേറ്റ് ചെയ്ത വർക്കാണ്. അതേ വർഷം തന്നെ പബ്ലിഷ് ചെയ്ത ഫിലിപ്പ് സിഡ്നിയുടെ ഡിഫൻസ് ഓഫ് പോയസിയിൽ എഡ്മണ്ട് സ്പെൻസറിൻ്റെ ഷെപ്പേർഡ് കലണ്ടറിനെ പ്രൈസ് ചെയ്യുന്നുണ്ട്. ഇമ്മേഷ്യോ എന്ന സ്യൂഡോണിലാണ് സ്പെൻസർ ദ ഷെപ്പേർഡ് കലണ്ടർ പബ്ലിഷ് ചെയ്തത്. ഇതിലുള്ള സെൻട്രൽ ക്യാരക്ടർ ആണ് കോളിൻ ക്ലൗട്ട്. ജോൺ സ്കെൽറ്റൻ്റെ കോളിൻ ക്ലൗട്ടിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് എടുത്ത നെയിമാണിത്. ദെൻ സ്പെൻസറിൻ്റെ ഗ്രേറ്റസ്റ്റ് വർക്കാണ് ദ ഫാരി ക്യൂൻ. ഇതൊരു ഇൻകംപ്ലീറ്റ് എപ്പിക് പോയമാണ്, റിട്ടൺ ഇൻ ഹോണർ ഓഫ് ക്യൂൻ എലിസബത്ത്. ഇതൊരു അലഗോറിക്കൽ പോയമാണ്. ഇതിൽ ഫസ്റ്റ് 3 ബുക്ക് 1590 പബ്ലിഷ് ചെയ്തു. ദെൻ നെക്സ്റ്റ് 3 ബുക്ക് 1596 പബ്ലിഷ് ചെയ്യുന്നത്. ടോട്ടൽ 24 ബുക്കായിരുന്നു പ്ലാൻ ചെയ്തത്. ബട്ട് 6 മാത്രമേ കംപ്ലീറ്റ് ചെയ്തുള്ളൂ. ഇറ്റാലിയൻ റൈറ്ററായ ലുഡോവിക്കോ അരിസ്റ്റോയുടെ ഓർലൻഡോ ഫ്യൂരിയോസോ ആണ് ഫെയറി ക്യൂൻ്റെ മോഡൽ. ഇതിലെ പ്രിഫൈസിൽ സ്പെൻസർ സർ വാൾട്ടർ റാലിഗിന് എഴുതിയ ലെറ്ററിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത വർക്കാണ് പ്രൊത്തലാമിൻ. ഇതൊരു ബിട്രോത്തൽ ഓർ എൻഗേജ്മെൻറ്റ് സോങ് ആണ്. 1596 ഇത് എഴുതുന്നത്. പ്രൊത്തലാമിൻ ഈസ് എ സോങ് റിട്ടൺ ഇൻ സെലിബ്രേഷൻ ഓഫ് എൻ അപ്കമിങ് മാരേജ്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് സെലിബ്രേറ്റ്സ് ദ ഡബിൾ മാരേജ് ഓഫ് എലിസബത്ത് സോമസെറ്റ് ആൻഡ് കാതറിൻ സോമസെറ്റ്. ഏൾ ഓഫ് ഗോസെസ്റ്റർ ആയ എഡ്വേർഡ് സോമസെറ്റിൻ്റെ ഡോട്ടേഴ്സാണ് ഇവർ. ഇവർ മാരേജ് ചെയ്യുന്നത് വില്യം പീറ്ററിനെയും ഹെൻറി ഗിൽഫോർഡിനെയും ആണ്. ഒരുപാട് ക്ലാസിക്കൽ ഇമേജറിയും ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയറും ഒക്കെ ഇതിൽ കാണാം. കൂടാതെ മിത്തോളജിക്കൽ ക്യാരക്ടേഴ്സായ വീനസ്, സിന്ധിയ, ടൈറ്റാൻ ഇവരെയൊക്കെ ഇതിൽ കാണാം. ഇത് ബിഗിൻ ചെയ്യുന്നത് റിവർ തെയിംസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടാണ്. അവിടെ 2 ബ്യൂട്ടിഫുൾ മെയ്ഡൻസിനെ കാണുകയും ചെയ്യുന്നുണ്ട്. ദെൻ ഇതിൽ 2 സ്വാനിനെ പറയുന്നുണ്ട്. ഇറ്റ് റിലേറ്റിംഗ് ടു ദ മിത്ത് ഓഫ് ജോ ആൻഡ് ലെഡ. ദെൻ സ്പെൻസറിൻ്റെ ഓൺ എക്സ്പീരിയൻസ് പോയമായ എപ്പിത്തലാമിയനുമായിട്ട് ഈ പോയത്തെ ലിങ്ക് ചെയ്യുന്നുണ്ട്. എപ്പിത്തലാമിയൻ എന്നത് സ്പെൻസറിൻ്റെ വെഡ്ഡിംഗ് പോയമാണ്. ഇറ്റ് ഈസ് എ വെഡ്ഡിംഗ് പോയം ബേസ്ഡ് ഓൺ സ്പെൻസേഴ്സ് റിയൽ ലൈഫ്. Then Epithalamion is considered one of the finest wedding poems in English. Then Spenserian sonnet, 40-line poem written in iambic pentameter. Then 3 quatrains and a concluding couplet. ഇതിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത് ABAB, BC BC, CD CD, EE എന്നാണ്. ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇന്റർലോക്കിംഗ് റൈം പാറ്റേൺ ആണ്. Means each quatrain is linked to the next through rhyme. എഡ്മണ്ട് സ്പെൻസറിൻ്റെ ഫേമസ് സോണറ്റ് സീക്വൻസ് ആണ് അമോരറ്റി. ഇതിൽ ടോട്ടൽ 89 സോണറ്റ് ആണുള്ളത്, which was published in 1595. This collection is one of the most important love sonnet sequence in English literature. എഡ്മണ്ട് സ്പെൻസറിൻ്റെ ലവ് എക്സ്പീരിയൻസ് ബേസ് ചെയ്ത കളക്ഷനാണിത്. ഇത് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വൈഫായ എലിസബത്ത് ബോയിലിനാണ്. റിയൽ ലവ് ഗ്രാജുവലായി മാരേജിൽ റീച്ച് ചെയ്യുന്ന സ്റ്റോറിയാണിത്. ഹാപ്പി എൻഡിങ് ലവ് സീക്വൻസ് ആണ്. ഈ ഒരു ലവ് ജേണി മാരേജിൽ അവസാനിക്കുന്നു. ഈ ഒരു മാരേജിനെ ബേസ് ചെയ്ത് സ്പെൻസർ എഴുതിയ പോയമാണ് എപ്പിത്തലാമിൻ. അപ്പോൾ ഇത്രയാണുള്ളത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.